നിങ്ങളൊരു പ്രഷർ വാഷർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. ഏത് ബ്രാൻഡ് പ്രഷർ വാഷറാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നും അതിന് എത്ര റേറ്റായി എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാനിത് വാങ്ങി ഏകദേശം 3 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഉപയോഗിച്ച് ഞാൻ വീട്ടിലെ ബൈക്ക് കഴുകി, സ്കൂട്ടി കഴുകി, കൂടാതെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ കഴുകി. ഓരോ തവണയും വണ്ടി കഴുകാനായിട്ട് സർവീസ് സെൻ്ററിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. പ്രഷർ ഗണ്ണിൻ്റെ പവറും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. വാഹനങ്ങൾ കഴുകാൻ മാത്രമല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. വീട്ടിലെ പട്ടിക്കൂട്ടിന് മുകളിലെ ആസ്പെറ്റോസിലെ പായലാക്കി കളയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 5 വർഷമായി പായൽ പിടിച്ച് കിടക്കുന്ന ഈ മതിലിൽ നിന്നും നിമിഷ നേരം കൊണ്ട് പായലാക്കി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഐബെല്ലിൻ്റെ മൈക്രോജെറ്റ് ഹൈ പ്രഷർ വാഷർ എന്ന് പറയുന്ന പ്രഷർ വാഷറാണ്. 1700 വാട്ട് പവറും 120 ബാർ പ്രഷറും വരുന്ന ഇതിൽ ഇൻഡക്ഷൻ മോട്ടറാണ് ഉള്ളത്. ആമസോണിൽ ഇതിന് 10,300 രൂപയാണ് വില. ഷോപ്പിൽ ഇതിനേക്കാളും 500 രൂപ കൂടുതലാണ്. ഞാനിത് ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിയത്. കാരണം എന്തെന്ന് പറയാം. ഒന്നാമത്തെ കാരണം, ഓൺലൈൻ വഴി മേടിച്ച ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ ഈ കാണുന്ന നീളം കൂടിയ നോസിലുണ്ടല്ലോ, 800 രൂപ വില വരുന്ന ഈ നോസിൽ ഓൺലൈൻ വഴി മേടിച്ചപ്പോൾ കിട്ടിയില്ല, അത് പ്രത്യേകിച്ച് മേടിക്കേണ്ടി വന്നു. രണ്ടാമത്തെ കാരണം, ബ്രാൻഡ് ഇതിന് 1 വർഷത്തെ വാറണ്ടി തരുന്നുണ്ടെന്നാണ് ആമസോൺ തള്ളി വച്ചിരിക്കുന്നത്. ചേട്ടാ ആമസോണിലൊന്ന് കയറി നോക്കിയാൽ മതി. കമ്പനി ഇറങ്ങിയിട്ടില്ല, 6 മാസമേ ഉള്ളന്നല്ലേ. ഐബെൽ എന്ന ബ്രാൻഡുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 6 മാസമേ വാറണ്ടി ഉള്ളൂ എന്നാണ്. ആമസോണിൻ്റെ അല്പം തള്ളു കൂടുതലാണ്. കഴിഞ്ഞ തവണ TV മേടിച്ചപ്പോൾ ഒരു പണി കിട്ടിയതാ. വീഡിയോ ഞാൻ വിൻഡ് 7.9 Pro അതിൻ്റെ അതെല്ലാം ഇതിനെ സൂട്ട് ആവും. ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് അതിന് വരുന്നത്. ഇവിടെ വില കൂടുന്നത് അതൊക്കെ ഇതിനകത്ത് സൂട്ട് ആവും. ഇതെടുത്ത് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഇതിലൊന്നും അങ്ങേറ്റത്തെ ഇരിക്കുന്നതിലും പറ്റൂല. ഈ കൂടിയതിന്റെ സ്പെക്കുമായിട്ട് ഇതിനെല്ലാം സൂട്ട് ആവും. ഇതാണ് ആ നോസിൽ. അതിന്റെ വെയിറ്റ് കണ്ടോ? ഇതാണ് ഇതിന്റെ ഗണ്ണ്. ഇതിന്റെ JCBയുടെ ഇതിന്റെ വെള്ളം എടുക്കുന്നത്, അരിച്ചെടുക്കുന്നത്, ഫിൽറ്റർ എടുക്കണേ. ഫിൽറ്റർ അത് ഇൻലെറ്റും പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം. മെഷീൻ തറ വീണ് പൊട്ട എടുക്കുകയും ചെയ്യരുത്, വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യരുത്. പ്രഷറിന് 6 മാസം വാറണ്ടി ഉണ്ട്. അത് 7 വർക്കിംഗ് ഡേക്കകത്താണ് അവർ ഒന്ന് ശരിയാക്കി തരുന്നത്. പിന്നെ 6 മാസത്തില് എത്ര പ്രാവശ്യം പോയാലും കിട്ടും. 6 മാസത്തിന് പുറത്ത് പോകണമെങ്കിൽ ഫണ്ടാവും. അതിപ്പോ 6 മാസത്തിന് 1 ദിവസം കഴിഞ്ഞാലും പൈസ ആവും. മോട്ടറിന് 6 മന്ത് ആണ് കമ്പനി വാറണ്ടി തരുന്നത്. മോട്ടർ പോയി വന്നത് വളരെ ചുരുക്കമാണ്. 1000 മെഷീൻ പോവുകയാണെങ്കിൽ 2 അത്രയും അങ്ങനെ വരില്ല. അത്രയും ഇതേ എനിക്ക് വന്നിട്ടുള്ളൂ. പ്രഷറിനാണ് കംപ്ലൈന്റ് വരുന്നത്. പ്രഷറിന് കംപ്ലൈന്റ് ഒരിക്കലും വരില്ല എന്നൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരും. പിന്നെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ശരിയാക്കി തരും. ചെറിയ എമൗണ്ട് മുതൽ 500 മുതൽ 2000 3000 വരെ പോകും. ഈ ഇട്ടൊക്കെ മാറി ഇതൊക്കെ വിലയുള്ളതാണ്. ഈ ഈ സാധനമൊക്കെ വിലയുള്ളതാണ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിന് മാത്രമാണ് വാറണ്ടി കിട്ടുന്ന. ബാക്കി സാധനങ്ങൾക്കൊന്നും ഗ്യാരണ്ടി. ചെറിയ രീതിയിലൊക്കെ വെള്ളം നിറഞ്ഞാലും വിഷയമൊന്നുമില്ല. അതിപ്പോ അടിച്ച് തന്നെ വെച്ചാലും കുഴപ്പമൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോ ഉള്ള പ്രശ്നം. വാട്ടർ പ്രൂഫ് ആണ്, ഒന്നാലും മുക്കാനൊന്നും പറ്റില്ല. ഇവരിത് പറയും മുക്കിക്കോ അടിച്ചോ എന്നൊക്കെ പറയും. പക്ഷെ എന്റെ അറിവിലും പറ്റില്ല. കയറിങ്ങിനകത്തൊക്കെ വെള്ളം കയറി അടിച്ചു കാണുമല്ലോ. അതായത് ഈ സാധനം കയറ്റേണ്ട സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. ഇതിപ്പോ ഇവിടെ കയറ്റാനുള്ളത്. ഇവിടെ നമുക്ക് കയറ്റാൻ പറ്റൂല. കണ്ടോ? ഇത് ത്രെഡാണ്, ക്ലിപ്പിംഗ് ത്രെഡാണോ വരുന്നത്? അത് ഗണ്ണിൽ വരുന്നത് ക്ലിപ്പാണോ? ഗണ്ണിൽ വരുന്നത് ക്ലിപ്പ്. പ്രഷർ കുറവായതുകൊണ്ട് എന്റെ കണ്ണിലായിരിക്കും. പ്രഷർ കുറവായതുകൊണ്ട് അത്ര പ്രഷറില്ല. മീൻസ് വലിയ ഇതില്ല. മറ്റേ JCB ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് വാഷ് ചെയ്യുന്നതല്ലല്ലോ. അതിന് മറ്റേ ത്രെഡേ വരത്തും. അതിന്റെ സ്റ്റീൽ ഗണ്ണാണ് അതിന് വരുന്നത്. ഞാൻ അല്ല ഓട്ടോയിലാ വന്നു. വണ്ടി കൊണ്ട് തൊട്ടപ്പുറത്തോട്ട് ഇട്ടേ. ഇതൊക്കെ ക്ലിപ്പാണ്. പിന്നെ നല്ല വർക്ക് ഉണ്ടെങ്കിലേ, നല്ല വർക്ക് ഉണ്ടെങ്കിൽ ട്രിഗർ കെട്ടി വെച്ചങ്ങ് അടിക്കണം കേട്ടാ. റെന്റിനൊക്കെ കൊടുക്കുന്നതൊക്കെ ടൈപ്പ് ആണെങ്കിൽ ട്രിഗർ കെട്ടി വെച്ച് അങ്ങ് അടിക്കുന്നതാണ് നല്ലത്. ഈ വെള്ളം ലോഡായി നിൽക്കുന്നതിനകത്തല്ലേ ഞാൻ അടിച്ചിട്ട് കാണിച്ചു. അല്ലാതെ ഈ എയർ കയറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുതരാം.
ഇതിൽ നമ്മൾ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കോ? ഒന്നും ചെയ്യത്തില്ല. സർവീസ് സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഇത് മൊത്തം പൊളിച്ചാലേ അതിനകത്ത് ഒഴിക്കാൻ. നമ്മൾ ഇത്ര നാൾ കൂടുമ്പോൾ സർവീസ് ചെയ്യണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്യേണ്ടതേ ഉള്ളൂ. കമ്പനി പറയണത് ഒരു വർഷം കൂടുമ്പോൾ ഓയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന്റെ പ്രശ്നം എന്താ, ഒരു കുഴപ്പമില്ല ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനായിരിക്കും. ചിലപ്പോൾ ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഓയിൽ ഇന്ത്യ കൊണ്ടുവരും. ഇത് ഇളക്കുമ്പോഴായിരിക്കും ബാക്കി പൊട്ടിയിരിക്കുന്നത് അതെല്ലാം കൂടെ. ചിലപ്പോൾ ഒരു ഓയിൽ മാത്രം മാറിയാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ഓയിൽ മാറി കൊടുക്കുകയും ചെയ്യും. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴായിരിക്കില്ല പൊട്ടാറായിരിക്കുന്ന സാധനം പോകണം. അപ്പൊ ഇവരെ മൈൻഡിൽ ശരിയാക്കിയതിനു ശേഷം കംപ്ലൈന്റ് വന്നത്. ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നോക്കാം ഇത് കാണിച്ചെന്നുള്ള മൈൻഡാണ് സാധാരണ എല്ലാം പൊതുവെ എടുക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോകുമ്പോൾ മാത്രം അത് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഫസ്റ്റ് ഇത് കയറ്റും, അതിനുശേഷം ഇത് കയറ്റും, അതിനുശേഷമാണ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് അതുപോലെ ഇത് പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു സാധനമില്ലേ? അത് ഇതിന് വരില്ല, ഇതേ വരത്തോളൂ. അത് കുറഞ്ഞതിലൂടെ ഇത് നേരെ പൈപ്പ് കയറ്റി കൊടുത്താൽ മതി. പൈപ്പിൽ നിന്ന് ഊരി എയർ കയറിയ വല്ല വിഷയമുണ്ടോ? ഫസ്റ്റ് നമ്മള് വെള്ളം അടിച്ച് കളയുമ്പോഴത്തേക്ക് ഓൺ ആക്കുന്നതിന് മുമ്പേ ഈ വെള്ളം ഇനി വരുത്തിയിട്ട് ഓൺ ആക്കിയാൽ മതി. അപ്പൊ എയറിന്റെ വിഷയം വരില്ല. 2, ഇനി നിങ്ങളിപ്പോ പൈപ്പ് പറഞ്ഞാൽ ഇതൊരു വെള്ളം വരില്ല. കാര്യം ഇതൊരു വാൾവ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ മെഷീനിൽ കയറാൻ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. സൗണ്ട് ചെയ്തു ചിലത് രണ്ടാമത് കൊണ്ടുപോയിട്ട് വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടേ ഈ സൗണ്ട് കേട്ടാല് വെള്ളം പോകുള്ളൂ. ലീക്ക് വരില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ലീക്കും വരും, വെള്ളം കയറത്തുമില്ല. ഇതിനകത്തൊരു വാൾവ് ഉണ്ട്, മറ്റേ കണക്കല്ല. ഇതൊന്നും കാടായി വെള്ളം വരുമ്പോ. അപ്പൊ ഇത് തുറക്കണമെങ്കിൽ പിന്നെ ഇത് തുറക്കുള്ളൂ. നിങ്ങൾ പൈപ്പ് തുറന്ന് വെച്ചാക്കണമെന്ന് വിചാരിക്കും. ഇത് ഊരിയാ ഇതുവഴി വെള്ളം വരൂല. അത് ഇതിന്റെ കൂടെ കിട്ടുന്നോണ്ടാ. ചിലപ്പം പൈപ്പ് പൂട്ടിയെന്നും വിചാരിക്കും. ഇത് നല്ലതുമാണ് പാടുമാണ്. കാര്യം പൈപ്പ് പൂട്ടിയെന്ന് വിചാരിച്ചിട്ട് പോകും, തുള്ളിയായിട്ട് പൊക്കോണ്ട് വരും. ഇത്രേ ഉള്ളേ. ഷാമ്പു ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഷാമ്പു മാത്രം മതി. മാത്രം വെച്ചാൽ നിങ്ങളിപ്പോ എടുത്ത ഫ്രഷ് വാട്ടർ എനിക്ക് 3000 എനിക്ക് സാധനമുണ്ട്. നിങ്ങൾക്ക് 3500 ഞാൻ തരാം. പക്ഷെ അലുമിനിയം പെയിന്റിംഗ് കറണ്ട് അടിച്ച് ആരെങ്കിലും തീർന്നു പോയാൽ കോപ്പറാണ് അലുമിനിയത്തിനേക്കാളും കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു പത്രവാർത്തയാണത്. ഞാൻ ജിപേ. ഈ പ്രഷർ പമ്പറിന് എനിക്ക് ടോട്ടൽ ആയത് 10,850 രൂപയാണ്. ഷോപ്പ് വന്നിട്ട് ആറ്റിങ്ങിൽ പൂവമ്പാറ പാലത്തിൻ്റെ അടുത്തുള്ള സ്പാർക്ക്. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു പക്ഷേ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിനായിട്ടൊരു മൾട്ടിപ്പിൻ കൂടി മേടിച്ചുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ പ്ലഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് വലുതാണ്. ഇത് ഇത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഇതുപോലൊരു മൾട്ടിപ്പിൻ കൂടി വാങ്ങിച്ചു വെച്ചേക്കുക.